സൂറത്തുൽ അൻആം. പരിശുദ്ധ ഖുർആനിലെ 6ാമത്തെ സൂറത്താണ് സൂറത്ത് അൻആം. അൻആം എന്ന് പറഞ്ഞാൽ തന്നെ ആട്, മാട്, ഒട്ടകം ഇവയ്ക്കാണ് അൻആം എന്ന് പറയാറുള്ളത്. മനുഷ്യർക്ക് സേവനത്തിനും അതേപോലെ തന്നെ ആഹാരത്തിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ജീവികളാണ് ആട്, മാട്, ഒട്ടകം എന്നുള്ളത്. അപ്പോ ഇസ്ലാമിക പിന്നെ ഈ നാൽക്കാലിയുടെ കാര്യത്തിൽ ഇസ്ലാമിക സമീപനവും അതേപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ നിലപാടുകളൊക്കെ ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ അൻആം എന്ന പേര് ലഭിക്കാനുള്ള കാരണം. ഇതിൽ 151 മുതൽ 153 വരെയുള്ള ആയത്ത് അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിച്ചതാണ് എന്ന് അഭിപ്രായമുണ്ട്. ചില മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ 91, 93 എന്ന് തുടങ്ങുന്ന 3 ആയത്തുകളും അതേപോലെ തന്നെ 151, 153 ഒഴികെയുള്ള മറ്റുള്ള ആയത്തുകളെല്ലാം ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിച്ചതാണെന്നും അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും 165 അല്ലെങ്കിൽ 166 ആയത്തുകളാണ് സൂറത്തുൽ അൻആമിലുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇമാം ബൈലാവി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ഉൻസിലത്ത് അലയ്യ സൂറത്തുൽ അൻആം ജുംലത്തൻ വാഹിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറ്റ കൂട്ടമായാണ് സൂറത്തുൽ അൻആം എനിക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒറ്റക്കെട്ടായിട്ട് സൂറത്തുൽ അൻആം മൊത്തമായിട്ടാണ് എനിക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് യുശയ്യുഹ 70,000 മലക്കിൻ, ഈ ആയത്ത് ഈ സൂറത്ത് അവതരിപ്പിച്ച സമയത്ത് 70,000 മലക്കുകൾ ഇതിന്റെ കൂടെ അവർ തസ്ബീഹും ലഹും സജ്ലുൻ ബിത്തസ്ബീഹി വത്തഹ്മീദ്, അവർ ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് തഹ്മീദുകളൊക്കെ ചൊല്ലി അങ്ങനെ എല്ലാ തക്ബീറിന്റെയും തഹ്മീദിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ പരിശുദ്ധമായ ഈ സൂറത്ത് എനിക്ക് യാത്രയാക്കിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ അൻആം സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അൻആം സൂറത്തിലെ ഓരോ ആയത്തിന്റെയും എണ്ണം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻആം സൂറത്തിലെ ഓരോ ആയത്തിന്റെയും എണ്ണം കണ്ട് ഒരു രാവും പകലും ഈ 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേ രൂപത്തിൽ തന്നെ അവന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അപ്പൊ പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇവന്റെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അൻആം. അപ്പൊ സൂറത്തുൽ അൻആം ഓതിയാൽ ഇത്രയും പ്രത്യേകതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് നമ്മൾ തഫ്സീർ ബൈലാവിൽ നോക്കിയാൽ കാണാം. പിന്നെ അതുപോലെ സൂറത്തുൽ അൻആമിന്റെ മറ്റൊരു പ്രത്യേകത എഴുതി വെക്കുന്നവർക്ക് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിഷയമുള്ളത് വിവാഹം, അല്ലെങ്കിൽ അതുപോലെ വീട് നിർമ്മാണം, ഇനി വാഹനം വാങ്ങുക, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ അതിനൊക്കെ തുടക്കത്തിൽ ഒരു വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വെക്കുന്നതിന്റെ തുടക്കത്തിൽ, അതേപോലെ തന്നെ നമ്മൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വാഹനം വാങ്ങുന്നതിന് മുമ്പ്, ഇതിനൊക്കെ മുമ്പായിക്കൊണ്ട് നമ്മൾ അൻആം സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ഈ വാഹനത്തിലോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ വീടിലോ അല്ലെങ്കിൽ നമ്മുടെ വിവാഹ ബന്ധത്തിലൊന്നും ഒരു കുറവും ഒരു ഖേദവും നമുക്കുണ്ടാവുകയില്ല എന്നാ. എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായ രൂപത്തിൽ നടത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അൻആം സൂറത്ത് ഓതുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിന്റെ മറ്റൊരു പ്രത്യേകത കാണാം. ഈ രോഗിയായി കിടക്കുന്ന ആൾ, വല്ലാത്ത രോഗി, വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, അങ്ങനെയുള്ള രോഗിയുടെ മേൽ ഈ അൻആം സൂറത്ത് ഓതുകയാണെങ്കിൽ, ഓതിയിട്ട് നല്ലോണം ഊതിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇദ്ദേഹത്തിന്റെ രോഗത്തിന് ഒരുപാട് ശമനം ലഭിക്കുന്നതാണ്. നല്ല ശമനം ഇദ്ദേഹത്തിനുണ്ടാകും. രോഗത്തിന് പെട്ടെന്നൊരു ശമനം കിട്ടി നല്ലൊരു ആരോഗ്യം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. അപ്പൊ അതിന് ഏറ്റവും നല്ല ഒരു സൂറത്തായി മഹാന്മാർ എണ്ണുന്ന സൂറത്താണ് സൂറത്തുൽ അൻആം. അപ്പൊ സൂറത്തുൽ അൻആം ഓതിയാൽ ഇങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത്, തുടക്കത്തിലുള്ള 3 ആയത്ത് ഓതിയാൽ ഈ ഓതുന്ന ആളുകൾക്ക് അവർ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ കഴിയും. മലക്കുകളുടെ പ്രാർത്ഥന അവർക്ക് കിട്ടും. ആദ്യത്തെ 3 ആയത്ത് സ്ഥിരമായി ഓതുന്ന ഒരാൾക്ക്
മലക്കുകൾ ദുആ ചെയ്യുന്ന ആ ദുആയിൽ ഇദ്ദേഹത്തിനെ ഉൾപ്പെടുത്തും. മാത്രമല്ല നമുക്കുണ്ടാകുന്ന വസ്വാസ് എന്ന രോഗം, ചില ആളുകൾക്ക് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന രോഗമാണ് വസ്വാസ്. അപ്പൊ വസ്വാസ് രോഗത്തിൽ നിന്ന് മുക്തി നേടാനും ഏറ്റവും നല്ലതായി മഹാന്മാർ എണ്ണുന്ന ഒരു ആയത്താണ് അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത്. അപ്പൊ അൻആം സൂറത്തിലെ ആദ്യത്തെ 3 ആയത്ത് വസ്വാസുള്ള ആളുകൾ നിത്യേന ഓതിക്കൊണ്ട് മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ മഹാന്മാർ എണ്ണിയതായിട്ട് കാണാം സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്ത്. അത് ഇങ്ങനെ ഓതുകയാണെങ്കിൽ അവൻ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന, അവൻ ഏത് അപകടങ്ങളിൽ അതിനൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്ത്. അവൻ നമ്പർ നോട്ട് ചെയ്തിരിക്കണം, ആരും പിന്നീട് ചോദിക്കരുത്. 103-ാമത്തെ ആയത്ത്. പിന്നെ അതുപോലെ തന്നെ സൂറത്ത് അൻആമിലെ 141-ാമത്തെ ആയത്ത്. ഈ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഇത് എഴുതി കൃഷിയിടത്തിലോ ഒക്കെ തൂക്കി വെച്ചാൽ അവർക്ക് കൃഷിയിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്കൊക്കെ സമാധാനം കിട്ടും. നഷ്ടങ്ങളൊന്നുമില്ലാതെ നല്ല രാഹത്തായ രൂപത്തിൽ നല്ല വിളയെടുക്കാൻ അവർക്ക് കഴിയും. 141-ാമത്തെ ആയത്ത് എഴുതി തൂക്കി വെച്ചാൽ ആ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് അതിന്റെ പരിപാടിയെങ്കിൽ വീട്ടിലോ ഒക്കെ അത് എഴുതി തൂക്കി വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഏത് പ്രവർത്തനവും ഏത് നല്ലതും നമുക്ക് ഹൈറാവണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, നമുക്കിതൊക്കെ ഹൈറായി കിട്ടണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എന്ത് നേട്ടം കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൂറത്തുൽ അൻആം ഓതുന്ന പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സൂറത്തുൽ അൻആം മൊത്തമായിട്ട് ഓതുന്ന പതിവ് നിത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ അത് നിത്യമായി നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ബർക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് സൂറത്തുൽ അൻആമിനുള്ളത്. അപ്പൊ എല്ലാ ആളുകളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും.